ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ടൂലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി ബാർബിഷെയർ റഗ്ബിയിൽ വന്നതാണേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ചേച്ചിയും ഫാമിലിയും താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് വന്ന് 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. മാത്രമല്ല ഈസ്റ്ററും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ എന്താണ് നമ്മുടെ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. ചേച്ചിയുടെ മുറ്റത്ത് ഈ നിൽക്കുന്ന ചെടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല ഇതെന്നാ എന്ന്. പക്ഷേ ഇന്നലെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ എന്നില്ലേ നമ്മുടെ ബേ ലീവ്സ്, നമ്മുടെ നാട്ടിലത്തെ നമ്മൾ ഇറച്ചിക്കകത്തിടുന്ന ഇലയുണ്ടല്ലോ, അതിൻ്റെ പേരെന്നാ കറുവപ്പട്ടയോ ആ സംഭവമാണ്. നല്ല മണമുള്ള ഇലയുണ്ടല്ലോ, ഇറച്ചിക്കകത്തൊക്കെ ഇടുമല്ലോ, പോത്തിനകത്തൊക്കെ. ആ സംഭവമാണ് കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലത്തെ ഇലയുടെ അത്രയും വലിപ്പമില്ല. പക്ഷേ എന്താണ് ഇത് വളർന്നു വരുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമാവും തോന്നുന്നത്. ഇതാണ് ചേച്ചി മറ്റേ കറിക്കകത്തും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഇന്ന് ഇച്ചിരി ഇതിൻ്റെ 2 കൊമ്പ് കൊണ്ടുപോകണമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഇതിൻ്റെ 2 കൊമ്പ് കൂടെ കൊണ്ടുപോകണം. പിന്നെ ഇവിടെയുണ്ട് നമ്മുടെ ടൂലിപ്പ്. ഇന്നലെ കാണാൻ പോയത് 5 ലക്ഷം ടൂലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ലൊരു, ഞാൻ ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ഇതാണ്ട് ഇത് പല പല വെറൈറ്റി ടൂലിപ്സാണ്. ഇതൊക്കെ എന്തോ ഫ്രൂട്ട് ഉണ്ടാകുന്ന മരമാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്ന പ്ലമ്മാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, മണിപ്ലാന്റ് അങ്ങ് വളർന്ന് അങ്ങ് റൂഫിലെത്താനായി. ഏത് ഇതോ? ആ, ഇതുണ്ടോ, ഇത് പ്ലമ്മാ കേട്ടോ. ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ, മുറ്റത്ത് തന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. ഇത് ഇന്ത്യൻ ചെറിയ കേട്ടോ. ഇത്രയൊക്കെ ആയി വരുവേ, സമയമായിട്ടില്ല. പക്ഷേ ഇതുണ്ടോ, പ്ലമ്മലായിട്ടുണ്ട്. ഇതുണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഇല്ലിയൊക്കെ ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതങ്ങ് ഹൈറ്റായി, പക്ഷെ ഒരു പരിധി കൂടുതൽ അത് വളരത്തില്ല കേട്ടോ. പിന്നെ ഇതെന്നാണെന്നറിയോ, നമ്മുടെ പേരാണ് കേട്ടോ. അടിപൊളി പേര്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല, അതുപോലെ പേരുണ്ടായി കേട്ടോ. ഇതിപ്പോൾ ഈ പൂവിട്ടിരിക്കുന്നതാണ് കണ്ടോ. ഇതെല്ലാം പേരാവേ. അത് ചെറിയ പേരൊന്നുമല്ല, മുഴുത്ത പേര്. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമുള്ള പേരാണ്. വെള്ളച്ചൊവയൊന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കഴിച്ചതുമാണ്. ഇതുകൊണ്ട് എന്തോരം അതിനകത്ത് ആയിരിക്കുന്നത് നോക്കി. ഇപ്പം ഞാൻ കണ്ണു വെച്ച പോലെ പോവും എൻ്റെ ദൈവമേ. പിന്നെ ഇതെന്നാണെന്നറിയോ, നമ്മുടെ ആപ്പിളിൻ്റെ മരമാണ്. അത്തേലൊക്കെ ഉണ്ടോ ഇല. ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമല്ലേ, അപ്പം ഇല വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കേട്ടോ, ഇതും ഇത്തേലും ആപ്പിളുണ്ടാവും കേട്ടോ. ഒത്തിരി ആപ്പിളുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പേറും ആപ്പിളും ആയിരുന്നു. ഫുള്ള് ഇല കാണാൻ പറ്റിയാത്ത രീതിയിലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ഇത് നമ്മുടെ സ്റ്റോക്ക് പോട്ടിൻ്റെ വീട്ടിലുള്ള പോലെ കമേലിയ ചെടി. എൻ്റെ അടുത്ത് ഇതുണ്ട്. ഇതും ഒരു ചെടിയാണ് കേട്ടോ. എന്ത് രസമുണ്ടെന്ന് നോക്കി. ഇത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇലയാന്ന് വിചാരിക്കും, പക്ഷേ ഇത് പൂവാണ് കേട്ടോ. ഇവിടെ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, നല്ല ചൂടുള്ള വെയിൽ. പിന്നെ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര മഴയും കാറ്റും. ഇന്നലെ വരണ്ടായെന്ന് തോന്നിപ്പോയി, പക്ഷേ ഇന്ന് നല്ല വെയിലാണ്. ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. അത് മെയിൻ റോഡാണ് ഞാൻ കാണുന്നത്. ഇതുണ്ടോ, നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് എത്ര കാർ വേണം അതിന് ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് മിറ്റാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ചെടികളുണ്ടായിരുന്നു. അതെല്ലാം ചേച്ചിയും ചേട്ടനെയും വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഇനിയിപ്പം അത്യാവശ്യത്തിനുള്ള ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ.
ഇതൊക്കെ നല്ല നല്ല റോസയാണ് കേട്ടോ. ഇതൊക്കെ വളർന്നു വരുമ്പോൾ നല്ല പൂക്കളുണ്ടാവും. ഇപ്പം ഇവിടെ ചെടികളൊക്കെ വളർന്നു വരുന്നുള്ളൂ. ഇതാണ് വീട് കേട്ടോ. ഡിറ്റാച്ചഡാണ്. നല്ല അടിപൊളി വീടാണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ കേട്ടോ. ചേച്ചിക്ക് അടുക്കള പണിയെടുക്കുമ്പോഴത്തേക്കും നല്ല പുറത്തോട്ടൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ട് പണിയെടുക്കാൻ പറ്റിയ നല്ല ഏരിയ ആണ് കേട്ടോ. മുറ്റത്തോട്ടൊക്കെ റോട്ടിൽ കൂടെ ആൾക്കാരൊക്കെ പോയി വണ്ടിയും വെള്ളമൊക്കെ പോകുന്നത് നമുക്ക് നോക്കി ആസ്വദിച്ചുകൊണ്ട്. പിന്നെ ചേച്ചി ഇവിടെ കുറേ ഇതുണ്ടോ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ചെടിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പച്ചപ്പിലാണ് ചേച്ചി നിന്ന് ചേച്ചിക്ക് പണിയെടുക്കാം കേട്ടോ. പച്ചപ്പിന്റെ വെളിച്ചത്തിൽ. നല്ല വെയിലാണ് ഇന്ന്. നല്ല വെയിലായതുകൊണ്ട് എവിടെയും പോകാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഭയങ്കര എന്നാ പറയണ്ടേ, ഭയങ്കര കാറ്റും മഴയും തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ വരവ് ഇന്നാക്കിയാൽ മതിയായിരുന്നു. ഇങ്ങനെയാണ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് എല്ലാം നമ്മുടെ ഹൈ പ്രോട്ടീനും നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതുണ്ടോ ട്രേക്ക് ചുറ്റും മേടിച്ച്. ഇങ്ങനത്തെ ട്രേ ഞാനും ഇന്നലെ മേടിച്ചു കേട്ടോ. അതിൻ്റെ നടുക്കൊരു ഇല്ലി, അത് ഒറിജിനലാണ് കേട്ടോ. അതൊക്കെ മേടിച്ച് പിന്നെ എല്ലാം സെറ്റാക്കി. ഇതിനിടയ്ക്ക് ഇതിനകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെടുത്ത് കഴിക്കും കേട്ടോ. ഇതിങ്ങനെ നല്ല നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചേട്ടാ ഓഫീസിലേക്ക് വരാം കേട്ടോ. ഇതാണ്ടേ. ഗുഡ് മോർണിംഗ്. ആ ചേട്ടാ എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നല്ലേ? ചേട്ടായി രാവിലെ എണീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം വർക്ക് തുടങ്ങി. പിന്നെ ഇതാണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നു. ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതാണ്. ചേട്ടായി എങ്ങനെയാണ് പെസഹ ആഘോഷിക്കാൻ പോകുന്നത്? ആ പിന്നെ അത് കഴിഞ്ഞ് 1-2 അയൽക്കാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അടിച്ചു പൊളിക്കാൻ പോവാ. അപ്പൊ ഞങ്ങളും ഇന്ന് അപ്പമൊക്കെ മുറിച്ചിട്ട് ഞങ്ങളും പോകും കേട്ടോ. സ്റ്റോക്ക് പോർട്ടിന് പോവും. കാരണം ഇന്ന് അച്ചാച്ചൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അച്ചാച്ചാ എന്നാണ്ട് വിശേഷമൊക്കെ? ഇന്ന് നൈറ്റിൽ പോണോ? പോവാതിരുന്നാലോ? പോണല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ്ട് ചേച്ചി രാവിലെ എണീറ്റ് അപ്പത്തിനുള്ള പെസഹപ്പത്തിനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ചേട്ടനാണ് നമ്മുടെ വീട്ടിലെ മൂത്തവനാണ് നമ്മൾ കുരിശൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ പാല് കുറച്ച് കഴിഞ്ഞ് പെസഹ പാല് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി ഇതാണ്. ഒരു ഹായ് പറഞ്ഞ ചേച്ചി. എല്ലാവർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചമ്മലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തീയെ വെക്കാം. ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മൾ ശർക്കരയൊക്കെ വിളയിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇട്ട് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഓരോരോ പ്രോസസ്സിങ് ഒക്കെ കാണിക്കാം. കുരിശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പാല് ഇതുണ്ടോ, പാലിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ചേക്കാം. ഇവിടെ ചേച്ചി ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ഇതാണ്ട് അപ്പം പാലും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് അവരുടെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും വരും. പിന്നെ ഇവർ അങ്ങോട്ടും പോകും. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഉച്ചയാകുമ്പോഴത്തേക്കും പോകും കേട്ടോ. ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട് നൈറ്റ്. അതുകൊണ്ട് പിന്നെ 2-2.5 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല വെയിലും ചൂടും ഒക്കെയാണ്. പിന്നെ ചേച്ചി എന്നാണ്ട് വിശേഷമൊക്കെ പറ. ഇന്ന് നാളെയൊക്കെ ഓഫാണോ? ആണോ? ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് സ്റ്റോക്ക് പോർട്ടിന്? സ്റ്റീവിൻ്റെ ഹോളി കമ്മ്യൂണിയൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതാണ്ട് ഈശോയുടെ കുരിശ് അപ്പമൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.